ശ്രീകുമാർ, നോക്കൂ, പോഷക സംഘടനകളുടെ എല്ലാം തലപ്പത്തിരിക്കുന്നത്, പ്രധാന പദവികളൊക്കെ വഹിക്കുന്നത് തീരുമാനിക്കപ്പെട്ട സിയോട് ചേർന്ന് നിൽക്കുന്നവരാണെന്നാണല്ലോ ഇപ്പോഴത്തെ ആക്ഷേപം. ഏറെക്കുറെ അത് ശരിയുമാണ്. ഈ കാലാകാലങ്ങളായി AI ഗ്രൂപ്പുകൾ, നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ, എല്ലാ കാലത്തും ഈ ഗ്രൂപ്പുകൾ തന്നെയായിരുന്നു കോൺഗ്രസിൻ്റെ കരുത്തും ദൗർബല്യവും. കാലാകാലങ്ങളായി AI ഗ്രൂപ്പുകൾ സജീവമായി നിന്ന ഇടത്തേക്ക് ആ രണ്ട് ഗ്രൂപ്പുകളെ അപ്രസക്തമാക്കിക്കൊണ്ട് മൂന്നാമതൊരു ഗ്രൂപ്പ് പിടിച്ചെടുക്കുന്നു. എല്ലാം ശരിയോ? നോക്കൂ കൃഷ്ണരാജേ, KC വേണുഗോപാലിനോട് ചേർന്ന് നിൽക്കണം എല്ലാവരും. കാരണം അദ്ദേഹം AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കളും KCയോടൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത്, ആ സംശയമില്ല. പിന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കുറിച്ച് നമ്മുടെ സുഹൃത്ത് മോഹൻ വർഗീസ് പറഞ്ഞപ്പോൾ അദ്ദേഹം കോൺഗ്രസ് പ്രസിഡൻറ്റിനെ വിട്ടുകളഞ്ഞു, AICC പ്രസിഡൻറ്റിനെ. AICC പ്രസിഡൻ്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ്. അപ്പോൾ അദ്ദേഹം അതൊരു ഫാമിലിയിലേക്കാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അത് ഉദ്ദേശിച്ച് അങ്ങനെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ AICC പ്രസിഡൻറ്റിനെ ഹൈക്കമാൻഡിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കാണാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. അദ്ദേഹം അങ്ങനെ ഹൈക്കമാൻഡുണ്ട്, അതിൽ ജനറൽ സെക്രട്ടറിമാരുണ്ട്, വർക്കിംഗ് കമ്മിറ്റിയുണ്ട്. അത് ഓരോ സംസ്ഥാനത്തിൻ്റെ ഘടകമനുസരിച്ചിട്ട് ഓരോ AICC ജനറൽ സെക്രട്ടറിമാരുണ്ട്. അവരൊക്കെ കൂടെ ചേർന്നിട്ടാണ് കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വം. ഹൈക്കമാൻഡ് എന്നുള്ളത് പഴയ കാലത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ കൃഷ്ണരാജ് ചോദിച്ചൊരു കാര്യം, കോൺഗ്രസ്സിൽ മൂന്നാമത്തെ ഗ്രൂപ്പോ നാലാമത്തെ ഗ്രൂപ്പോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കോൺഗ്രസ്സിന് പുറത്ത് നിന്നിട്ട് നിങ്ങൾക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഏത് വിധേനയും വ്യാഖ്യാനിച്ചെടുക്കാം. KCയുടെ ഗ്രൂപ്പെന്നോ സതീശൻ്റെ ഗ്രൂപ്പെന്നോ രമേശൻ്റെ ഗ്രൂപ്പെന്നോ ഒക്കെ വ്യാഖ്യാനിച്ചെടുക്കാം. അതുപോലെ കോൺഗ്രസിനുള്ളിൽ നിൽക്കുന്നവർക്ക് അങ്ങനെ ഗ്രൂപ്പ് വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ നേതാക്കളെയും ഒരേപോലെ കാണുകയും രാഷ്ട്രീയത്തിലെ ഉന്നതി ആഗ്രഹിക്കുന്നവർ ഏതെങ്കിലും ഒരു നേതാവിനോടൊപ്പം ചേരുകയും ചെയ്യുക എന്നുള്ളതിൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. പഴയ കാലത്ത് കരുണാകരൻ ആൻ്റണി ഗ്രൂപ്പിൻ്റെ കാലത്ത് അത് രണ്ട് ഗ്രൂപ്പ് ശക്തമായിരുന്ന കാലത്ത് കോൺഗ്രസ്സിനുണ്ടായിരുന്നൊരു ഗുണമുണ്ട്. ആ ഗുണം എന്തെന്ന് വെച്ചാൽ ക്യാപ്റ്റൻ തീരുമാനിക്കുന്നത്, ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ ക്യാപ്റ്റൻ തീരുമാനിച്ചാൽ അത് ആ ഗ്രൂപ്പിൻ്റെ തീരുമാനമാണ്. ഇന്നിപ്പോൾ അതില്ല. ഇന്ന് രാവിലെ എനിക്ക് താല്പര്യം ഒരു KC വേണുഗോപാലിനോട് ആണെങ്കിൽ ഉച്ചയാകുമ്പോൾ ഒരുപക്ഷെ ഞാൻ രമേശ് ചെന്നിത്തലയോട് താല്പര്യം കാണിക്കും, വൈകുന്നേരം ആകുമ്പോൾ VD സതീശനോടും താല്പര്യം കാണിക്കും. കാരണം അങ്ങനത്തെ ഒരു ഗ്രൂപ്പില്ല കോൺഗ്രസ് ആണെന്ന് കാണുന്നത്. ഞാനതിനെതിരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഗ്രൂപ്പ് എന്തായാലും അത്യാവശ്യമാണ്. ഏത് പാർട്ടിയിലാണെങ്കിലും നല്ല ഗ്രൂപ്പ് വേണം, നല്ല ഗ്രൂപ്പ് കേട്ടോ. അല്ലാണ്ട് ചുമ്മാ ഈ വഴക്കിടുന്ന ഒരു ഗ്രൂപ്പല്ല ഉദ്ദേശിക്കുന്നത്. നല്ല ആശയപരമായ ഭിന്നതയുള്ള ഗ്രൂപ്പ് തന്നെ വേണം. ഇപ്പോൾ കരുണാകരൻ ആൻ്റണി കാലത്തൊക്കെ നമ്മളതൊക്കെ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു തീരുമാനം വരുമ്പോൾ ഡൽഹിയിലേക്ക് ഉറ്റുനോക്കും. AICC നേതൃത്വമാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കരുണാകരൻ ഹൈക്കമാൻഡിൻ്റെ ഭാഗമായിരുന്ന കാലത്ത് അദ്ദേഹം ശക്തനായിരുന്നു. ആൻ്റണി ഹൈക്കമാൻഡിൻ്റെ ഭാഗമായ സമയത്ത് അദ്ദേഹം ശക്തനായിരുന്നു. നേരെ മറിച്ച് നമ്മൾ ആരും ആലോചിക്കാത്ത ഒരു നേതാവ് കേരളത്തിൽ നിന്നും ഹൈക്കമാൻഡിലെ വളരെ സ്വാധീനമുള്ള ഒരാളുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലെ നേതാക്കളൊന്നും അദ്ദേഹത്തോടെ ബന്ധപ്പെട്ടിരുന്നില്ല. ആൾ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പേര് വാസുദേവ പണിക്കർ എന്നായിരുന്നു. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നു രാജീവ് ഗാന്ധിയുടെ കാലത്ത്, വാസുദേവ പണിക്കർ. അപ്പോൾ വാസുദേവ പണിക്കരുടെ കാലത്ത് ആരും അങ്ങനെ ഒരു സംഘടനാപരമായ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെ ബന്ധപ്പെട്ടിരുന്നില്ല. എന്താ കാരണം? കേരളത്തിലെ രണ്ട് നേതാക്കൾ ശക്തരായിരുന്നു എന്നുള്ളത് കൊണ്ട്. വാസുദേവ പണിക്കരാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഒട്ടും ഇടപെട്ടിരുന്നില്ല. നേരെ മറിച്ച് ആ ഒരു കാലം കൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കാൻ കാരണം ഈ ഹൈക്കമാൻഡ് എന്ന് വെച്ചാൽ കേരളത്തിലെ നേതാക്കളുടെ സ്വാധീനം കൂടി അതിലുണ്ടെന്ന് കാണിക്കാനാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ KC വേണുഗോപാലിനെ കുറിച്ച് പറയുന്നത്. KC വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് കേരളത്തിലെ എല്ലാ കാര്യങ്ങളും ഏകപക്ഷീയമായി തീരുമാനിക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ആളാണെന്നല്ല. കാരണം ഇപ്പോൾ KPCC പുനഃസംഘടന തന്നെ ഇപ്പോൾ ചർച്ചാ വിഷയമാകുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ആലോചിക്കണം. ഇതൊരു ചാനൽ ആക്ടിവിസത്തിൻ്റെ കാര്യമാണ്. ഞാൻ ഒരു മണിക്കൂർ മുമ്പുള്ളൊരു കാര്യം പറയാം. ഒറ്റ മണിക്കൂർ മുമ്പ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് വാർത്താലേഖകർ ചോദിച്ചു, ഓർത്തഡോക്സ് സഭയ്ക്ക് എതിർപ്പുണ്ടല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹം ഉത്തരം പറഞ്ഞു, സഭയല്ല തീരുമാനിക്കുക എന്ന് കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ. പക്ഷേ വാർത്തകൾ പിന്നെ എങ്ങനെ വന്നാൽ ഓർത്തഡോക്സ് സഭയ്ക്കെതിരെ KPCC പ്രസിഡന്റ്, ഓർത്തഡോക്സ് സഭയല്ല തീരുമാനിക്കുക എന്ന് KPCC പ്രസിഡന്റ്. ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് കേട്ടോ. അപ്പോൾ അതാണ് കാലം.
അപ്പോൾ അത് ഏത് പാർട്ടിയിൽ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് അവസാനം ചോദ്യം കേൾപ്പിക്കില്ല, എന്നിട്ട് നമ്മളങ്ങ് വ്യാഖ്യാനിക്കും. അതാണ് ചാനൽ ആക്ടിവിസ്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഈ 1 മണിക്കൂർ മുമ്പുള്ള ഉദാഹരണം പറയാൻ കാരണം പെട്ടെന്ന് കൃഷ്ണരാജനെ എടുത്ത് നോക്കാവുന്ന രീതിയിൽ കാണാവുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് KC വേണുഗോപാലിനെ നോട് ഏതെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധം കാത്തു സൂക്ഷിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു AICCയും KPCCയും തമ്മിലുള്ള ഒരു നല്ല ബന്ധത്തിന് അത് ഉപകരിക്കും. പിന്നെ നമ്മൾക്ക് ചർച്ച ചെയ്യുന്ന വിഷയം, അതായത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്രീ മോഹൻ വർഗീസ് അദ്ദേഹം പറഞ്ഞത് ബിനു ചുള്ളിയിൽ വർക്കിംഗ് പ്രസിഡൻ്റാക്കി കൂടുതൽ വോട്ട് കിട്ടിയ ആളെ തഴഞ്ഞുകൊണ്ട് കുറച്ച് വോട്ട് കിട്ടിയ ആളെ പ്രസിഡൻ്റാക്കി. അതായത് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചു. ആ രാജിവെച്ച ശേഷം ആ തെരഞ്ഞെടുപ്പ് അതോടെ കഴിഞ്ഞു. പിന്നെ ആ തെരഞ്ഞെടുപ്പ് അവിടെ വിഷയമല്ല, ആ കമ്മിറ്റി ഇല്ലാതായി. പിന്നെ നോമിനേഷനാണ്. ആ നോമിനേഷനിൽ 2 വൈസ് പ്രസിഡന്റുമാരുണ്ട്. ഒന്ന് അബിൻ വർക്കിയും, ഒന്ന് OJ ജനീഷും. അതിലൊരാളെ വൈസ് പ്രസിഡൻ്റാക്കി. അവിടെ വോട്ടൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. കാരണം ആ കമ്മിറ്റി റദ്ദായിപ്പോയി. പിന്നെ ആ വോട്ടിനവിടെ പ്രസക്തിയില്ല. നമുക്ക് ഈ കോൺഗ്രസിനെ വിമർശിക്കുന്നവർക്ക് പറയാവുന്ന മാത്രം. അപ്പോൾ ആ 2 വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളെ പ്രസിഡൻ്റാക്കി. എന്തുകൊണ്ടാണ് ഒരാളെ പ്രസിഡൻ്റാക്കിയത്? വേറെ എന്താ അബിൻ വർക്കിയെ പ്രസിഡൻ്റാക്കി കൂടെ എന്നൊരു ചോദ്യം വേണമെങ്കിൽ ഉന്നയിക്കാം. അതിന് കോൺഗ്രസിൻ്റെ സംഘടനാപരമായ എന്തെങ്കിലും അജണ്ടകളൊക്കെ അവർക്ക് കാണും. ആ അജണ്ട നമുക്കൊന്നും അറിയണമെന്നില്ല. ഏത് പാർട്ടിയിലും ഒരു അജണ്ട ഉണ്ടാവുമല്ലോ. പരസ്യ അജണ്ടയുണ്ട്, രഹസ്യ അജണ്ടയുണ്ട്. ആ രഹസ്യ അജണ്ട എന്ന് പറയുന്നത് ആ പാർട്ടിക്കുള്ളിൽ ആ നേതാക്കൾ തീരുമാനിക്കുന്നതാണ്. അത് നമുക്ക് വ്യാഖ്യാനിക്കാം, നമുക്ക് ഓരോന്ന് ചെകഞ്ഞെടുക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചിലതൊക്കെ ഊഹിച്ചെടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ആ ഒരു അജണ്ട എന്താണെന്നുള്ളത് അവർക്കേ പറയാൻ പറ്റുള്ളൂ. ഒരു കൂടെ നടക്കുന്ന ഒരാളായ എനിക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാക്കിയപ്പം അതിൽ അമർഷം ഉണ്ടായി. 1-2 പേർക്ക് അമർഷം ഉണ്ടായി. ആ അമർഷം അവർ തുറന്നു പറഞ്ഞു. ആ പ്രശ്നം അവിടെ തീർന്നു. അവർ പിന്നെ പാർട്ടിയുമായി സഹകരിച്ചു പോയി. അതിനുശേഷം ഏതെങ്കിലും തെരുവുകളിൽ പഴയ കാലത്തെ പോലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കാൻ